ഒരു യാത്രയുടെ തുടക്കം സാധാരണയായി സുഖകരമായിരിക്കും. പക്ഷേ ഈ യാത്ര അത്ര എളുപ്പമല്ല. എന്റെ ഭാര്യ എന്നെ യാത്രയ്ക്ക് തയ്യാറാക്കുകയാണ്. ബാഗ് പാക്ക് ചെയ്യുമ്പോഴും അവളുടെ കണ്ണുകളിൽ ഒരു നിശബ്ദമായ വേദന കാണാം. ഞാൻ പോകുന്നത് ഒറ്റയ്ക്ക് അല്ല. എന്റെ അമ്മയും മറ്റു കുടുംബാംഗങ്ങളും കൂടെയുണ്ട്. എല്ലാവരും പ്രായമായവർ. ഈ യാത്രയിൽ ഏക യുവാവ് ഞാൻ മാത്രമാണ്. അവരുടെ സുരക്ഷയും ഉത്തരവാദിത്വവും എന്റെ ചുമലിലാണ്. എങ്കിലും മനസ്സിൽ ഒരു നിറവുണ്ട്. കാരണം ഈ യാത്ര ഒരു സാധാരണ യാത്ര അല്ല. കാശിയും അയോധ്യയും ത്രിവേണി സംഗമവും വിശ്വാസവും ചരിത്രവും ചേർന്ന ഒരു അനുഭവയാത്രയാണ് ഇത്. കണ്ണീരും പ്രാർത്ഥനയും ഓർമ്മകളും നിറഞ്ഞ ഒരു തുടക്കം. ഈ യാത്ര ആരംഭിച്ച ശേഷം ട്രെയിനിന്റെ ജനലിലൂടെ ഞാൻ കണ്ടത് ഒരു വലിയ ലോകമായിരുന്നു. വിവിധ സംസ്ഥാനങ്ങൾ കടന്നു പോകുമ്പോൾ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, ഓരോ സ്ഥലത്തിനും അതിന്റെ സ്വന്തം നിറവും ജീവിതവും ഉണ്ടായിരുന്നു. പച്ചപ്പുള്ള വയലുകൾ, ദൂരത്ത് കാണുന്ന ഗ്രാമങ്ങൾ, സ്റ്റേഷനുകളിൽ കേൾക്കുന്ന വ്യത്യസ്ത ഭാഷകൾ എല്ലാം ചേർന്ന് ഒരു മനോഹരമായ അനുഭവമായി മാറി. ട്രെയിൻ മുന്നോട്ട് നീങ്ങുമ്പോൾ ഓരോ നിമിഷവും ഒരു പുതിയ കാഴ്ച സമ്മാനിച്ചു. ഈ യാത്ര വെറും സ്ഥലങ്ങൾ കാണാനുള്ളതല്ലായിരുന്നു. ജീവിതത്തെ കൂടുതൽ അടുത്തറിയാനുള്ള ഒരു അനുഭവമായിരുന്നു. ഓരോ സംസ്ഥാനവും കടന്നുപോകുമ്പോഴും മനസ്സിൽ ഒരു ചിന്ത മാത്രം: ഇന്ത്യ എത്ര വിശാലവും എത്ര മനോഹരവുമാണ്. ഒടുവിൽ ഞങ്ങൾ വാരണാസി റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ട്രെയിൻ നിൽക്കുന്ന ആ നിമിഷം തന്നെ എല്ലാവരുടെയും മുഖത്ത് സന്തോഷം നിറഞ്ഞു. യാത്രയുടെ ക്ഷീണം മറന്ന് കണ്ണുകളിൽ ഒരു തിളക്കം മാത്രം. ഇത്രയും ദൂരം കഴിഞ്ഞെത്തിയ സന്തോഷം ഒരു പ്രത്യേക അനുഭവമായി മനസ്സിൽ പതിഞ്ഞു. വാരണാസിയുടെ മണ്ണിൽ കാലുകുത്തിയ ആ നിമിഷം ഒരു പുതിയ തുടക്കമായിരുന്നു. കാശി, ബനാറസ്, വാരണാസി, 3 പേരുകൾ, പക്ഷേ ഒരേ ആത്മാവുള്ള ഒരു നഗരം. ലോകത്തിലെ ഏറ്റവും പുരാതനമായി തുടർന്നു നിൽക്കുന്ന നഗരങ്ങളിൽ ഒന്നായി കാശിയെ വിശേഷിപ്പിക്കുന്നു. ഇത് ഒരു സാധാരണ നഗരമല്ല. ഇത് വിശ്വാസവും ചരിത്രവും ആത്മീയതയും ഒന്നായി ഒഴുകുന്ന ഒരു ജീവിക്കുന്ന അനുഭവമാണ്. ഹിന്ദു വിശ്വാസപ്രകാരം ഭഗവാൻ ശിവൻ തന്നെ സ്ഥാപിച്ച നഗരം എന്ന വിശ്വാസമാണ് കാശിക്കുള്ളത്. അതിനാൽ തന്നെ ഇതിനെ ശിവന്റെ നഗരം എന്നും വിളിക്കുന്നു. ജീവിതത്തിന്റെ അവസാന യാത്ര പോലും മോക്ഷത്തിലേക്ക് നയിക്കുന്ന സ്ഥലം എന്നാണ് ഭക്തരുടെ വിശ്വാസം. ഈ നഗരത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് കാശി വിശ്വനാഥ് ടെമ്പിൾ ആണ്. സ്വർണ്ണ ശിഖരങ്ങളോടെ ഉയർന്നു നിൽക്കുന്ന ഈ ക്ഷേത്രം നൂറ്റാണ്ടുകളായി അനേകം ആക്രമണങ്ങൾക്കും പുനർനിർമ്മാണങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഒരിക്കലും മാറിയിട്ടില്ല: ഭക്തിയുടെ ശക്തി. ഭഗവാൻ വിശ്വനാഥന്റെ സാന്നിധ്യം ഇവിടെ വരുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു പ്രത്യേക അനുഭവം സൃഷ്ടിക്കുന്നു. അവിടെ എത്തുന്ന നിമിഷം തന്നെ ഒരു അദൃശ്യമായ ശാന്തത നമ്മെ ചുറ്റിപ്പിടിക്കുന്ന പോലെ തോന്നും. കാശിയുടെ മറ്റൊരു പ്രധാന ആകർഷണം ഗംഗാനദിയാണ്. ഗംഗ ഇവിടെ വെറും ഒരു നദിയല്ല, ഇത് ജീവിതത്തിന്റെ തന്നെ പ്രതീകമാണ്. ഗംഗയുടെ തീരത്ത് നീളുന്ന ഘട്ടുകൾ ഓരോന്നും ചരിത്രത്തിന്റെ ഒരു പേജ് പോലെ തോന്നുന്നു.
ദശാശ്വമേധ ഘട്ട്, പവിത്രമായ യാഗങ്ങളുടെ ചരിത്രം പറയുന്ന സ്ഥലം. മണികർണിക ഘട്ട്, ജീവിതവും മരണവും ഒരേ ഇടത്തിൽ കൂടിച്ചേരുന്ന ഏറ്റവും ശക്തമായ അനുഭവസ്ഥലം. അസ്സി ഘട്ട്, ശാന്തതയും സൂര്യോദയവും സംഗീതവും ചേർന്ന ഒരു ആത്മീയ തുടക്കം. ഈ ഘട്ടുകളിൽ ഓരോന്നും നടക്കുമ്പോൾ അവിടെയുള്ള ജീവിതം നമ്മെ വേറൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകും. പൂജാരികളുടെ മന്ത്രങ്ങൾ, ദീപങ്ങൾ ഒഴുകുന്ന ഗംഗയുടെ വെള്ളം, പാൽ, പൂക്കൾ, വിശ്വാസം എല്ലാം ചേർന്ന ഒരു ദൃശ്യാനുഭവം. ഗംഗാ ആരതി നടക്കുന്ന സന്ധ്യകൾ കാശിയിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണ്. ആയിരക്കണക്കിന് വിളക്കുകൾ ഒരേ സമയം തെളിയുമ്പോൾ നദി തന്നെ ഒരു സ്വർഗദൃശ്യമായി മാറുന്നു. ഞാൻ അവിടെ എല്ലാം കണ്ടപ്പോൾ ഒരു യാത്രക്കാരനായി മാത്രമല്ല ഞാൻ നിന്നത്, ഒരു അനുഭവമായി ഞാൻ മാറിയെന്ന് തോന്നി. ട്രെയിനിൽ വന്ന ദീർഘയാത്രകൾ, വിവിധ സംസ്ഥാനങ്ങൾ കടന്നുപോകുന്ന കാഴ്ചകൾ, തമിഴ്നാട്, ആന്ധ്ര, മധ്യപ്രദേശ്, ഓരോ സ്ഥലത്തിനും അതിന്റെ സ്വന്തം സംസ്കാരവും ജീവിതവും ഉണ്ടായിരുന്നു. പക്ഷേ കാശിയിൽ എത്തിയപ്പോൾ എല്ലാം ഒരൊറ്റ അനുഭവമായി ലയിച്ചു. അവിടെ സമയം പോലും വേറൊരു രീതിയിൽ ഒഴുകുന്നതുപോലെ തോന്നി. ഓരോ നിമിഷവും ഒരു ആത്മീയ ഭാരം ഉള്ളതുപോലെ. ഈ യാത്ര എന്റെ ജീവിതത്തിലെ മറ്റൊരു പ്രധാന ഭാഗമായി മാറി. കാരണം ഞാൻ അവിടെ ഒരു സാധാരണ സന്ദർശകനായിരുന്നില്ല, ഒരു ജീവിതത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരാളായിരുന്നു ഞാൻ. എന്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക നിമിഷം എന്റെ ജന്മദിനം കാശിയിൽ ആഘോഷിച്ചത് ആയിരുന്നു. അതുവരെ ഉള്ള എല്ലാ ജന്മദിനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത് ഒരു ആഘോഷം മാത്രമല്ലായിരുന്നു, ഒരു ആത്മപരിശോധന പോലെ തോന്നി. ഗംഗയുടെ തീരത്ത് നിൽക്കുമ്പോൾ ജലത്തിന്റെ ഒഴുക്ക് നോക്കി ഞാൻ ആലോചിച്ചു, ജീവിതവും ഇതുപോലെ തന്നെയാണ് ഒഴുകുന്നത്. നമ്മൾ പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലും മുന്നോട്ടു പോകുന്ന ഒരു യാത്ര. സന്ധ്യയുടെ ഇരുട്ട് പതുക്കെ വാരാണസിയെ മൂടിത്തുടങ്ങിയപ്പോൾ ഗംഗയുടെ തീരം ഒരു വേറൊരു ലോകമായി മാറി. ആയിരക്കണക്കിന് ദീപങ്ങൾ തെളിഞ്ഞു തുടങ്ങുന്നു, മന്ത്രങ്ങൾ ആകാശത്തേക്ക് ഉയരുന്നു, ഘണ്ടികളുടെ ശബ്ദം മുഴുവൻ അന്തരീക്ഷത്തിൽ നിറയുന്നു. ഇത് വെറും ഒരു ചടങ്ങല്ല, ഇത് വിശ്വാസത്തിന്റെ ഒരു ജീവിക്കുന്ന രൂപമാണ്. ഗംഗാ ആർത്തി നടക്കുന്ന ആ നിമിഷം ഗംഗാ നദി തന്നെ ഒരു ദൈവിക സാന്നിധ്യമായി തോന്നുന്നു. പൂജാരികൾ വലിയ ദീപങ്ങൾ കയ്യിൽ പിടിച്ച് ഒരേ താളത്തിൽ പ്രാർത്ഥന നടത്തുമ്പോൾ തീയുടെ പ്രകാശം വെള്ളത്തിൽ പ്രതിഫലിച്ച് മുഴുവൻ തീരം സ്വർണ്ണ നിറത്തിൽ മിനുങ്ങുന്നു. ആ നിമിഷം കാണുന്ന ഓരോ യാത്രക്കാരന്റെയും മനസ്സിൽ ഒരു നിശബ്ദത നിറയും. ചിന്തകൾ ഒക്കെയും ഒരു നിമിഷം നിൽക്കുന്നതുപോലെ. കാറ്റിൽ ഒഴുകുന്ന മന്ത്രശബ്ദങ്ങൾ, ദീപങ്ങളുടെ പ്രകാശം, ഗംഗയുടെ ശാന്തമായ ഒഴുക്ക് എല്ലാം ചേർന്ന് ഒരു ദൈവിക അനുഭവമായി മാറുന്നു. അവിടെ നിൽക്കുമ്പോൾ തോന്നുന്നത് ഒരേയൊരു കാര്യം മാത്രം, ഇത് കാണാൻ കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. ആ സന്ധ്യയിലെ ഗംഗാ ആരതി ഒരു കാഴ്ചയല്ല, ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരു അനുഭവമാണ്. രാത്രിയുടെ ഇരുട്ട് ഗംഗയുടെ മേൽ പതിഞ്ഞപ്പോൾ വാരാണസി ഒരു പുതിയ രൂപം എടുത്തു. ഞങ്ങൾ ബോട്ടിൽ കയറി നദിയുടെ നടുവിലേക്ക് നീങ്ങുമ്പോൾ കരയിലെ വിളക്കുകളുടെ പ്രകാശം വെള്ളത്തിൽ നൃത്തം ചെയ്യുന്നതുപോലെ തോന്നി. വാരാണസി ഘാട്ട്സ് എന്നറിയപ്പെടുന്ന ആ നീണ്ട ഘട്ടുകളുടെ നിര ഒരു ചരിത്ര പുസ്തകം തുറന്നുപോലെ എന്റെ മുന്നിൽ തെളിഞ്ഞു. ഓരോ ഘട്ടിനും അതിന്റെ സ്വന്തം കഥയുണ്ട്. ദശാശ്വമേധ ഘട്ട്, പണ്ടുകാലത്ത് രാജാക്കന്മാർ നടത്തിയ യാഗങ്ങളുടെ സ്മരണകൾ ഇന്നും ഇവിടെ ജീവിക്കുന്നു. ആ സ്ഥലം കടന്നുപോകുമ്പോൾ തന്നെ ഒരു പൗരാണിക ശക്തി അനുഭവപ്പെടുന്നു. മണികർണിക ഘട്ട്, ജീവിതവും മരണവും ഒരുമിച്ച് നിലനിൽക്കുന്ന ഏറ്റവും ശക്തമായ സ്ഥലം. അവിടെ കത്തുന്ന അഗ്നി ഒരിക്കലും നിൽക്കില്ലെന്ന് പറയുന്നത് പോലെ കാലത്തിന്റെ അനന്തതയെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അസ്സി ഘട്ട്, ശാന്തതയും പ്രഭാതവും സംഗീതവും നിറഞ്ഞ മറ്റൊരു ലോകം പോലെ. ബോട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ എല്ലാ ഘട്ടുകളും ഒരൊറ്റ നീണ്ട കഥ പോലെ ഒഴുകുന്നു. ഓരോ ദീപവും ഒരു പ്രാർത്ഥന പോലെ, ഓരോ നിഴലും ഒരു ഓർമ്മ പോലെ. രാത്രിയിലെ ഗംഗ പകൽ കാണുന്ന പോലെ അല്ല, അത് കൂടുതൽ ആഴമുള്ളതും ശാന്തവും അതേസമയം ശക്തിയുള്ളതുമാണ്. കാറ്റ് വെള്ളത്തിന്റെ മേൽ തട്ടി വരുമ്പോൾ ബോട്ടിന്റെ ശബ്ദം പോലും ഒരു പ്രാർത്ഥനയായി തോന്നുന്നു. ആ നിമിഷം ഞാൻ മനസ്സിലാക്കി, ഇത് വെറും ഒരു യാത്രയല്ല, ഇത് ഒരു അനുഭവമാണ്, ഒരു ജീവിതം മുഴുവൻ മനസ്സിൽ നിൽക്കുന്ന അനുഭവം. ഗംഗയുടെ നടുവിൽ നിന്ന് ആ വിളക്കുകളുടെ നിര നോക്കുമ്പോൾ വാരാണസി എന്ന നഗരം ഒരു സ്വപ്നം പോലെ തോന്നി. പക്ഷേ അതൊരു യാഥാർത്ഥ്യം ആയിരുന്നു. ആ രാത്രിയിലെ ബോട്ട് യാത്ര എന്റെ ജീവിതത്തിലെ ഏറ്റവും ശാന്തവും ഏറ്റവും ആഴമുള്ള അനുഭവങ്ങളിൽ ഒന്നായി മാറി.
കാശിയിലെ ആത്മീയ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ എത്തിയത് ഉഖ്ഖയിലേക്കായിരുന്നു. ഭഗവാൻ മഡിജിയുടെ ജന്മഭൂമിയായി അറിയപ്പെടുന്ന ഈ നഗരം ആദ്യ നിമിഷം തന്നെ ഒരു വ്യത്യസ്തമായ ശാന്തതയും വിശ്വാസവും അനുഭവിപ്പിച്ചു. വീഥികളിൽ മുഴങ്ങുന്ന ജയ് ശ്രീറാം എന്ന വിളികൾ, സരയൂ നദിയുടെ ശാന്തമായ ഒഴുക്ക്, എല്ലാം ചേർന്ന നഗരം തന്നെ ഒരു പ്രാർത്ഥനയായി തോന്നി. പുരാതനകാലത്ത് സൂര്യവംശ രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്ന അയോധ്യ രാമായണത്തിന്റെ കഥകളാൽ ഇന്നും ജീവിക്കുന്ന ഒരു പുണ്യഭൂമിയാണ്. ഞങ്ങൾ മുന്നോട്ടു പോയപ്പോൾ റാം മന്ദിർ അയോധ്യ കണ്ട നിമിഷം തന്നെ മനസ്സിൽ ഒരു വിസ്മയം നിറഞ്ഞു. വർഷങ്ങളായുള്ള വിശ്വാസത്തിന്റെയും കാത്തിരിപ്പിന്റെയും ഫലമായി ഉയർന്നു നിൽക്കുന്ന ഈ ക്ഷേത്രം അതിന്റെ ശില്പകലയും ഭംഗിയും കൊണ്ട് തന്നെ നമ്മെ ആകർഷിക്കുന്നു. അവിടെ നിൽക്കുമ്പോൾ ഇത് ഒരു കെട്ടിടം മാത്രമല്ല, ഒരു വിശ്വാസത്തിന്റെ ജീവിക്കുന്ന രൂപമാണെന്ന് വ്യക്തമായി അനുഭവപ്പെട്ടു. ഭക്തരുടെ പ്രാർത്ഥനകളും ജയ് ശ്രീറാം എന്ന ശബ്ദവും നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ മനസ്സിൽ ഒരു ശാന്തതയും സന്തോഷവും നിറഞ്ഞു. ആ നിമിഷം തോന്നിയത് ഒരേയൊരു കാര്യം: ഞങ്ങൾ ഒരു നഗരം കണ്ടില്ല, ഞങ്ങൾ ഒരു ചരിത്രവും വിശ്വാസവും ഒരുമിച്ചുള്ള അനുഭവം ജീവിച്ചു. അയോധ്യയിലെ ആ തിരക്കേറിയ വീഥികളിലൂടെ നടക്കുമ്പോൾ ഒരു ചെറിയ കുട്ടിയെ ഞങ്ങൾ കണ്ടു. അവൻ നാരങ്ങ വെള്ളം വിൽക്കുകയായിരുന്നു. അവന്റെ പുഞ്ചിരി അത്ര സിമ്പിൾ, അത്ര സത്യസന്ധം. ഞാൻ ക്യാമറ എടുത്ത് അവനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അതുകണ്ട ഉടനെ അവൻ അല്പം പേടിച്ച് ഒന്ന് ഓടിമറഞ്ഞു. കുറച്ചു സമയം കഴിഞ്ഞു വീണ്ടും അടുത്തേക്ക് വന്നു. ചെറിയൊരു പുഞ്ചിരിയോടെ ചോദിച്ചു, ഭയ്യ, വീഡിയോ വൈറൽ ആക്കണേ. ആ നിമിഷം എന്റെ മനസ്സ് നിറഞ്ഞുപോയി. ഒരു ചെറിയ കുട്ടിയുടെ ചെറിയ സ്വപ്നം, പക്ഷേ അതിന്റെ പിന്നിൽ ഒരു വലിയ പ്രതീക്ഷ. അവന്റെ ആ പുഞ്ചിരി ഇന്നും മനസ്സിൽ നിൽക്കുന്നു. വാരണാസിയിലെ ആ വൈറൽ ബോയ് ഒരു കാഴ്ചയല്ലായിരുന്നു, ഒരു ഓർമ്മയായി മാറി. ഞങ്ങളുടെ യാത്ര തുടർന്ന് എത്തിയതായിരുന്നു ത്രിവേണി സംഗം എന്ന അത്യന്തം പവിത്രമായ സ്ഥലത്ത്. ഗംഗ, യമുന, അദൃശ്യമായി ഒഴുകുന്ന സരസ്വതി, ഈ 3 നദികൾ കൂടിച്ചേരുന്ന സംഗമമാണ് ഇത്. ഇന്ത്യയിലെ ഏറ്റവും പുരാതനവും വിശുദ്ധവുമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായി ഇത് അറിയപ്പെടുന്നു. പുരാണങ്ങളിൽ പറയുന്നതനുസരിച്ച് ദേവന്മാരും അസുരന്മാരും ചേർന്ന് നടത്തിയ സമുദ്രമഥനം സമയത്ത് അമൃതകുംഭത്തിലെ ചില തുള്ളികൾ ഇവിടെ വീണുവെന്നാണ് വിശ്വാസം. അതുകൊണ്ടുതന്നെ ഈ സ്ഥലം അത്യന്തം പവിത്രമായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ വേദകാലം മുതൽ തന്നെ ഈ സംഗമം ആത്മീയ ശക്തിയുള്ള സ്ഥലമായി വിശേഷിപ്പിക്കപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ കൂട്ടായ്മയായ കുംഭമേള ഇവിടെ നടക്കുന്നതും ഇതിന്റെ മഹത്വം തെളിയിക്കുന്നു. ഈ നദികൾ വെറും വെള്ളമല്ല, വിശ്വാസത്തിന്റെ, സംസ്കാരത്തിന്റെ, നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിന്റെ ഒഴുക്കുകളാണ്. ഞങ്ങൾ അവിടെ എത്തി നിൽക്കുമ്പോൾ വെള്ളങ്ങൾ തമ്മിൽ ചേരുന്ന ആ കാഴ്ച കണ്ടപ്പോൾ ജീവിതത്തിന്റെ തന്നെ ഒരു പ്രതീകം പോലെ തോന്നി. സംഗമത്തിൽ കാൽവെച്ച നിമിഷം ഒരു ശാന്തതയും ആത്മീയതയും ഉള്ളിലേക്ക് ഒഴുകിയെത്തി. സ്നാനം ചെയ്തപ്പോൾ മനസ്സിലെ എല്ലാ ഭാരവും ഒഴുകിപ്പോയതുപോലെ ഒരു ലഘുത. ആ നിമിഷം തോന്നിയത് ഒരേയൊരു കാര്യം: ഇവിടെ എത്താൻ കഴിഞ്ഞത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്. ത്രിവേണി സംഗമം ഒരു സ്ഥലം മാത്രമല്ല, ഒരു വിശ്വാസം, ഒരു ചരിത്രം, ഒരു അനുഭവം, ഒരു അനുഗ്രഹം.
കാശിയിലെ ഏറ്റവും ശക്തവും ഏറ്റവും ആഴമുള്ള അനുഭവം നൽകുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് മണികർണിക ഘട്ട്. ഗംഗയുടെ തീരത്ത് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഈ ഘട്ട് വാരണാസിയുടെ ഹൃദയം പോലെ തന്നെയാണ്. ജീവിതവും മരണവും ഒരേ ഇടത്ത് ഒരുമിച്ച് നിലനിൽക്കുന്ന അപൂർവമായ സ്ഥലം. പുരാണങ്ങളിൽ പറയുന്നതനുസരിച്ച് ഭഗവാൻ ശിവനും പാർവതിയും ഇവിടെ എത്തിയപ്പോൾ പാർവതിയുടെ മണികർണിക എന്ന കാതഭരണത്തിലെ മണി ഇവിടെ വീണുവെന്നാണ് വിശ്വാസം. അതുകൊണ്ടുതന്നെയാണ് ഈ സ്ഥലത്തിന് മണികർണിക എന്ന പേര് ലഭിച്ചത്. മറ്റൊരു വിശ്വാസപ്രകാരം ഭഗവാൻ വിഷ്ണു ഇവിടെ തപസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നു വീണ ശ്വേതബിന്ദുക്കൾ കൊണ്ട് ഒരു കുളം രൂപപ്പെട്ടു. ഇതാണ് മണികർണിക കുണ്ട്. ഈ ഘട്ടിന്റെ ഏറ്റവും പ്രധാന പ്രത്യേകത ഇവിടെ ഒരിക്കലും അഗ്നി നിശ്ശേഷം അണയില്ല എന്നതാണ്. പകലും രാത്രിയും വർഷങ്ങളായി ശവസംസ്കാരങ്ങൾ ഇവിടെ തുടർച്ചയായി നടക്കുന്നു. ഹിന്ദു വിശ്വാസപ്രകാരം ഇവിടെ അന്ത്യകർമ്മം നടത്തപ്പെടുന്നവർക്ക് മോക്ഷം ലഭിക്കും എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടുതന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ അവരുടെ അവസാന യാത്രയ്ക്ക് ഇവിടെ എത്തുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ആ അന്തരീക്ഷം വളരെ വ്യത്യസ്തമായിരുന്നു. പുക നിറഞ്ഞ ആകാശം, അഗ്നിയുടെ ചൂട്, മന്ത്രശബ്ദങ്ങൾ, ഗംഗയുടെ ശാന്തമായ ഒഴുക്ക് എല്ലാം ചേർന്ന് ഒരു ഗൗരവമുള്ള അനുഭവം. ആദ്യമായി കാണുമ്പോൾ മനസ്സിൽ ഒരു ഭാരവും ഒരുവിധ ചിന്തയും ഉണ്ടാകും. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് ഒരു ഭയം അല്ല, ഒരു സത്യം ആണ് എന്ന് മനസ്സിലാകുന്നു. ജീവിതത്തിന്റെ അവസാനവും അതിന്റെ അനിവാര്യതയും ഇവിടെ നമ്മൾ നേരിട്ട് കാണുന്നു. ഇവിടെ കാണപ്പെടുന്ന മറ്റൊരു പ്രത്യേകതയാണ് അഘോരികൾ. അഘോരികൾ ശിവന്റെ ഒരു രൂപത്തെ ആരാധിക്കുന്ന സന്യാസികളാണ്. അവർ സമൂഹത്തിൽ നിന്ന് അകലെയുള്ള ജീവിതം നയിച്ച് ജനനവും മരണവും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ജീവിക്കാൻ ശ്രമിക്കുന്നു. മരണത്തെ അവർ ഭയപ്പെടുന്നില്ല, അതിനെ അവർ ഒരു മാറ്റമായി മാത്രം കാണുന്നു. അവരെ കാണുമ്പോൾ ആ ജീവിതരീതി വളരെ വ്യത്യസ്തമായി തോന്നും. പക്ഷേ അതിന്റെ പിന്നിൽ ഒരു ആഴമുള്ള ആത്മീയതയുണ്ട്. മണികർണിക ഘട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഒരേയൊരു കാര്യം: ജീവിതം വളരെ ചെറുതാണ്. നമ്മൾ പിടിച്ചുപിടിക്കുന്ന പല കാര്യങ്ങളും അവസാനം അർത്ഥമില്ലാത്തവയാകുന്നു. അവിടെ അഗ്നി കത്തുന്നത് കണ്ടപ്പോൾ ഒരു സത്യം മനസ്സിലായി: ജീവിതം, മരണം, ഇത് എല്ലാം ഒരു ചക്രം മാത്രം. ഗംഗയുടെ കരയിൽ ആ അഗ്നിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ മനസ്സിൽ ഒരു ശാന്തതയും ഒരു ബോധ്യവും ഒരുമിച്ച് എത്തി. മണികർണിക ഘട്ട് ഒരു ടൂറിസ്റ്റ് സ്പോട്ട് അല്ല, ഒരു ആത്മീയ പാഠശാലയാണ്. അവിടെ നിന്നു തിരിഞ്ഞു പോകുമ്പോൾ ഞാൻ മാറിയ ഒരാളായിരുന്നു, ജീവിതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയ ഒരാൾ. വീണ്ടും ഒരിക്കൽ കൂടി ഗംഗാ ആരതി ഞാൻ കണ്ടു. സന്ധ്യയുടെ ഇരുട്ട് പതുക്കെ ഗംഗയെ മൂടുമ്പോൾ ആയിരക്കണക്കിന് ദീപങ്ങൾ തെളിഞ്ഞു. മന്ത്രശബ്ദങ്ങൾ ആകാശത്തേക്ക് ഉയർന്നു. ആ പ്രകാശവും ആ ശബ്ദങ്ങളും ചേർന്ന് ഒരു ദൈവിക ലോകം തന്നെ സൃഷ്ടിച്ചു. ആ നിമിഷം സമയം തന്നെ നിൽക്കുന്നതുപോലെ തോന്നി. ആ അനുഭവം മനസ്സിൽ നിറഞ്ഞ നിലയിൽ ആ രാത്രി ഞാൻ ഒറ്റയ്ക്ക് നടന്നു തുടങ്ങി. വാരണാസി ഘട്ടുകളുടെ നീണ്ട പടികളിലൂടെ ഓരോ ചുവടും ഒരു കഥ പോലെ തോന്നി. ഇരുട്ടിനിടയിൽ തെളിഞ്ഞു നിൽക്കുന്ന ചെറിയ ദീപങ്ങൾ, ദൂരത്ത് കേൾക്കുന്ന മന്ത്രങ്ങൾ, ഗംഗയുടെ ശാന്തമായ ഒഴുക്ക് എല്ലാം ചേർന്ന് ഒരു ഗഹനമായ നിശബ്ദത സൃഷ്ടിച്ചു. ആ നിശബ്ദതയിൽ ഞാൻ വ്യത്യസ്തമായ മനുഷ്യരെ കണ്ടു. ഒരു വൃദ്ധൻ നദിയെ നോക്കി നിശബ്ദമായി ഇരിക്കുന്നു. ഒരു സന്യാസി പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നു. ഒരു യുവാവ് തന്റെ ചിന്തകളിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഓരോരുത്തർക്കും അവരുടെ സ്വന്തം ലോകം, സ്വന്തം കഥകൾ. അവരെ കാണുമ്പോൾ എന്റെ ഉള്ളിൽ ഒരു ചോദ്യങ്ങൾ ഉയർന്നു തുടങ്ങി. എന്റെ ജീവിതം എവിടേക്കാണ് പോകുന്നത്? ഞാൻ എന്തിനാണ് ഈ യാത്ര? എന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? ഗംഗയുടെ വെള്ളം ശാന്തമായി ഒഴുകിക്കൊണ്ടിരുന്നു. പക്ഷേ ആ ഒഴുക്ക് എന്റെ ഉള്ളിൽ ഒരു വലിയ ചിന്തകളുടെ തരംഗം സൃഷ്ടിച്ചു. ആ നദി എന്നോട് പറയുന്നതുപോലെ തോന്നി: ജീവിതം നിൽക്കുന്നതല്ല, അത് മുന്നോട്ടു പോകുന്നതാണ്. ആ രാത്രി ഞാൻ കാണുന്നത് മറ്റുള്ളവരെ അല്ലായിരുന്നു, ഞാൻ കാണുന്നത് എന്നെ തന്നെയായിരുന്നു. എന്റെ ഭയങ്ങൾ, എന്റെ സ്വപ്നങ്ങൾ, എന്റെ സംശയങ്ങൾ എല്ലാം ആ നിശബ്ദതയിൽ വ്യക്തമായി തോന്നി. ഗംഗയുടെ തീരത്ത് ആ രാത്രി ഞാൻ ഒറ്റയ്ക്ക് നിന്നിരുന്നില്ല. എന്നോടൊപ്പം എന്റെ ചിന്തകളും എന്റെ ജീവിതവും ഉണ്ടായിരുന്നു. ആ നിമിഷം ഒരു പുതിയ തിരിച്ചറിവ് മനസ്സിൽ പിറന്നു. ജീവിതം വെറും ഓടിക്കൊണ്ടിരിക്കാൻ അല്ല, അത് മനസ്സിലാക്കാനും അനുഭവിക്കാനും ആണ്. ആ രാത്രി വാരണാസി ഘട്ടുകൾ എന്നെ ഒരു സ്ഥലമായി കാണിച്ചില്ല, ഒരു കണ്ണാടി പോലെ കാണിച്ചു. എന്റെ യഥാർത്ഥ സ്വഭാവം കാണിച്ച കണ്ണാടി.
എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രത്യേകമായ ഒരു ജന്മദിനം ഞാൻ ആഘോഷിച്ചത് കാശിയിലാണ്. വാരാണസി എന്ന പുണ്യനഗരത്തിൽ സാധാരണ ഒരു ആഘോഷം പോലെ അല്ല അത് അനുഭവപ്പെട്ടത്. അത് ഒരു ആത്മീയ അനുഭവമായി മാറി. ആ ദിവസം ഞാൻ വെറും ആഘോഷം മാത്രമല്ല ചെയ്തത്. ഒരു ആശ്രമത്തിൽ പോയി അവിടെയുള്ള ആളുകൾക്ക് ഭക്ഷണം നൽകാനും കഴിഞ്ഞു. അവരുടെ മുഖസാണ്ട സന്തോഷവും ശാന്തമായ നന്ദിയും കാണുമ്പോൾ എന്റെ ഉള്ളിൽ ഒരു ആഴമുള്ള സമാധാനം നിറഞ്ഞു. ആ നിമിഷം ഞാൻ മനസ്സിലാക്കി, സന്തോഷം നേടുന്നതിൽ അല്ല, കൊടുക്കുന്നതിലാണ് അതിന്റെ യഥാർത്ഥ ആഴം എന്ന്. വാരാണസി ഘാട്ട്സിന്റെ സമീപത്തുള്ള ആ അനുഭവങ്ങളും ഗംഗയുടെ തീരത്തിന്റെ ശാന്തതയും കാശിയുടെ ആത്മീയ അന്തരീക്ഷവും ചേർന്നു എന്റെ ജന്മദിനം ഒരു സാധാരണ ആഘോഷമായി അല്ല മാറിയത്, ഒരു അനുഗ്രഹമായി, ഒരു അനുഭവമായി മാറി. ആ ദിവസം ഞാൻ 36-ാം വയസ്സിലേക്ക് കടന്നപ്പോൾ എനിക്ക് ലഭിച്ചത് സമ്മാനങ്ങളല്ല, മനസ്സിൽ നിറഞ്ഞ നന്ദിയും ശാന്തതയും ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ തിരിച്ചറിവുമായിരുന്നു. കാശിയിൽ എന്റെ ജന്മദിനം ആഘോഷിച്ചത് എന്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാകാത്ത ഒരു ആത്മീയ ഓർമ്മയായി മാറി. എല്ലാം കണ്ടുകഴിഞ്ഞ ശേഷം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. കാശിയിലെ ഗംഗാ തീരവും ഘട്ടുകളും, ഗംഗാ ആരതിയുടെ ദീപപ്രകാശവും മന്ത്രശബ്ദങ്ങളും, അയോധ്യയിലെ വിശ്വാസത്തിന്റെ ശാന്തതയും ത്രിവേണി സംഗമത്തിന്റെ പവിത്രതയും എല്ലാം മനസ്സിൽ നിറഞ്ഞു നിന്നു. വാരാണസി ഘാട്ട്സിൽ അനുഭവിച്ച ഓരോ നിമിഷവും ഇന്നും എന്റെ ഉള്ളിൽ ജീവിക്കുന്നു. വാരണാസിയുടെ ഓരോ കോണിലും കേട്ടതുപോലെ തോന്നിയത് ഭഗവാൻ ശിവന്റെ ഒരു അദ്ഭുത സംഗീതമായിരുന്നു. കാറ്റിൽ ലയിച്ച മന്ത്രങ്ങൾ പോലെ, ഗംഗയുടെ ഒഴുക്കിനൊപ്പം ഒഴുകുന്ന ഒരു ദിവ്യതാളം പോലെ. അത് വെറും ശബ്ദമല്ലായിരുന്നു, അത് ഒരു അനുഭവമായിരുന്നു, ഒരു ആത്മാവിനെ തൊടുന്ന സംഗീതം. ആ യാത്ര എന്നെ പഠിപ്പിച്ചത് ഒന്നാണ്: ലോകം കാണുക മാത്രമല്ല, അത് അനുഭവിക്കണം, മനസ്സിലാക്കണം, ഉള്ളിൽ കൊണ്ടുപോകണം. അങ്ങനെ എല്ലാം കണ്ടുകഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് മടങ്ങി. പക്ഷേ ഞാൻ തിരിച്ചു വന്നത് വെറും ഒരാളായി അല്ല, അനുഭവങ്ങൾ നിറഞ്ഞ, മനസ്സിൽ ശാന്തത നിറഞ്ഞ ഒരാളായി.